കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ ശ്രീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഇന്നലെ അയോധ്യാകാണ്ഡത്തിൽ 3-ാം സർഗത്തിലത്തെ 27-ാം ശ്ലോകം ചൊല്ലിയിട്ടാണ് നിർത്തിയത്. അപ്പോൾ എന്താ അതിൽ പറഞ്ഞ് ദശരഥൻ്റെ കരച്ചിലാണല്ലോ. നമ്മൾ ദശരഥൻ്റെ ആ സങ്കടം, കൗസല്യയും എന്നെയും ശ്രീരാമനും ഒരുപോലെയാണ്, അതുപോലെ കൗസല്യ ശുശ്രൂഷിക്കണ പോലെ എന്നെയും ശുശ്രൂഷിക്കുന്നല്ലേ നീ മുമ്പെയൊക്കെ പറഞ്ഞേർന്നത്, ഇപ്പം എന്താ അതിനൊക്കെ വിപരീതമായിട്ട് ഇപ്പോൾ പറയണത്, മനസ്സിലാവണില്ല ദശരഥനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. 28 രാജ്യം ഗൃഹാണപുത്രായ രാമസ്തിഷ്ഠതു മന്ദിരേ അനുഗൃഹീഷ മാം വാമേ രാമാന്നാസ്തി ഭയം തവ. പുത്രായ രാജ്യം ഗൃഹാണ, അതായത് മകനായിക്കൊണ്ട് രാജ്യം വേണമെന്ന് പറഞ്ഞാലും രാമ മന്ദിരെ തിഷ്ഠതു, രാമൻ ഇവിടെ തന്നെ താമസിക്കട്ടെ, ഓക്കെ, നിൻ്റെ മകനെ രാജാവാക്കണം, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലാക്കാം. ശരി, ഭരതൻ യുവരാജാവാവട്ടെ, പക്ഷേ രാമൻ എന്തിനാ കാട്ടിലേക്ക് പോണ, ഇവിടെ തന്നെ താമസിക്കട്ടെ. വാമേ, ഇങ്ങനെ വിപരീത സ്വഭാവമാണല്ലോ എനിക്ക് തോന്നണത്. വാമേ പറഞ്ഞാൽ അതാണ്, അതായത് വിപരീത സ്വഭാവമുള്ളവരെയാണ് വാമേ എന്ന് പറയുന്നത്. വാമേ, നീ വിപരീത സ്വഭാവമുള്ളവളേ, മാ അനുഗൃഹീഷ, എന്നെ നീയെ അനുഗ്രഹിച്ചാലും, ദശരഥൻ അങ്കടാ പറയാം എന്നെ അനുഗ്രഹിക്കാൻ, തവ രാമാത് ഭയം നാസ്തി, നിനക്ക് ഞാൻ ഉറപ്പ് പറയാം, നിനക്ക് രാമനിൽ നിന്ന് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രാമനിൽ നിന്ന് ഭയം ഉണ്ടാവില്ല നമുക്ക്, നിനക്ക് രാമനെ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനത് ഉറപ്പ് പറയാമെന്ന് പറയാം. നിനക്ക് യാതൊരു ഭയവും രാമൻ്റെ കയ്യിൽ നിന്നുണ്ടാവില്ല. അതായത് നീ വേണമെങ്കിൽ നിൻ്റെ പുത്രനെ രാജ്യം വേണം, നിൻ്റെ പുത്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം എന്ന വരം നീ എന്നോട് ചോദിച്ചോളൂ. പക്ഷേ രാമൻ രാജധാനി തന്നെ താമസിക്കട്ടെ, എൻ്റെ ഇഷ്ടത്തിന് വിപരീതം മാത്രം നീ പ്രവർത്തിക്കാൻ നിശ്ചയിച്ചിടക്കാണല്ലോ, ഒരുങ്ങി പുറപ്പെട്ടവളല്ലേ, നിൻ്റെ ഈ ദുർവാശി ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കൂ. രാമൻ ഇവിടെ തന്നെ വസിക്കുന്നത് കൊണ്ട്, രാജധാനി തന്നെ താമസിക്കുന്നത്, നിനക്ക് യാതൊരു ഭയവും വരില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാമെന്ന്. രാജ്യം ഗൃഹാണ പുത്രായ രാമസ്തിഷ്ഠതു മന്ദിരേ, മന്ദിരച്ചപ്പെടുത്തും രാജധാനത്തിൽ താമസിക്കട്ടെ എന്ന്. അനുഗൃഹീഷ്വ മാം വാമേ രാമാന്നാസ്തി ഭയം തവ. ഇനി 29 ഇത്യുക്ത്വാശ്രുപരീതാക്ഷഃ പാദയോർനിപപാതഃ കൈകേയീ പ്രത്യുവാചേദം സാപി രക്താന്തലോചന. പാവം, ഇങ്ങനെ ഭാര്യയുടെ മുമ്പിൽ അങ്ങേയറ്റം ദയനീയമായിട്ട് കാൽക്കൽ വീണ അതിനോട് കൈകേയി, അതാണ് ഇതിയുക്ത്വ, ഇപ്രകാരം ദശരഥൻ പറഞ്ഞിട്ട്, അശ്രുപരീതാക്ഷഃ, കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞ്, പാദയോഹോ നിപപാതാഹ, അതായത് ഈ കൈകേയിയുടെ കാൽക്കൽ വീണ് കഷ്ടം, സാ കൈകേയി അഭി, എന്നാലാപ്പാ കൈകേയിയോ രക്താന്തലോചന, കണ്ണിൻ്റെ അറ്റേ കടക്കണ്ണ് ചുമന്നും കൊണ്ട് ഇതം പ്രത്യുവാച, ഇങ്ങനെ പ്രതിവചിച്ചു, അതായത് പറഞ്ഞു മറുപടി. എന്താ പറയുക, ഇങ്ങനെ പാവം കണ്ണിന്ന് ജലം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മേലിക്കൂടെയൊക്കെ ഒഴുകി ഇങ്ങനെ അത്രയ്ക്ക് കരയാണ് ദശരഥൻ. അങ്ങനെ കരഞ്ഞും കൊണ്ട് ആ ഭാര്യയുടെ പാദങ്ങളിൽ വീണ് കിടക്കണു. ഈ വലിയ ചക്രവർത്തി, സാമ്രാജ്യാധിപതിയായിട്ടുള്ള ദശരഥൻ കണ്ണീരിൽ കുളിച്ച് സ്വന്തം
ഭാര്യയായിട്ടുള്ള കൈകേയിയുടെ കാൽക്കൽ വീണ് കിടക്കുകയാണ്. എന്തൊരു കഷ്ടാവസ്ഥയാണല്ലേ. എപ്പോഴും മുമ്പേ രാജാവിനെ പ്രീതിപ്പെടുത്തും നല്ല വാക്കുകൾ പറഞ്ഞും സന്തോഷിപ്പിച്ചേർന്ന ആ കൈകേയി കണ്ണ് ചുകപ്പിച്ച് കടക്കണ്ണിനെ ചുകപ്പിച്ചിട്ട് ഇപ്രകാരം രാജാവിനോട് മറുപടി പറഞ്ഞു. പ്രത്യുവാച, എന്താ പറഞ്ഞെന്ന് നോക്കാം നമുക്ക്. 29 കഴിഞ്ഞിട്ട് 30 വായിക്കാം. ഇത്യുക്ത്വാശ്രുപരീതാക്ഷ പാദയോർനിപപാത. ഹാച്ച അവിടെ കഷ്ടം എന്നാണ്. കൈകേയി പ്രത്യുവാചേദം സാപി രക്താന്തലോചന. കടക്കണ്ണ് ചോന്നിട്ട് ആ ദുഷ്ടതയാണ് കാണിക്കണം കേട്ടോ. രാജേന്ദ്ര കിം ത്വം ഭ്രാന്തോസി ഉക്തം തദ് ഭാഷസേന്യഥാ മിഥ്യാകരോഷി ചേത് സ്വീയം ഭാഷിതം നരകോ ഭവേത്. ഒരു ദയയില്ല, നിഷ്കരുണം. എന്താ പറയണ? രാജേന്ദ്ര, ഹേ രാജാധിരാജനായിട്ടുള്ള ദശരഥ മഹാരാജാവേ, ത്വം ഭ്രാന്ത അസി, അങ്ങക്ക് ഭ്രാന്തായോ. ഉക്തം തദ് അന്യഥാ ഭാഷസേ, പറഞ്ഞതിനെ, അതായത് പ്രതിജ്ഞയെ മറിച്ചു പറയുന്നു. മുമ്പ് പറഞ്ഞേനെ ഇപ്പതാ, മുമ്പ് ഒരു 4-5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞുള്ളൂ, ഞാൻ നിൻ്റെ എന്ത് ആഗ്രഹവും സാധിപ്പിക്കാം, വധ്യനാണെങ്കിൽ വധിക്കാതിരിക്കാം, വധിക്കാൻ വിധിക്കപ്പെട്ടവനല്ലെങ്കിൽ പോലും അയാളെ വധിച്ചോളാം, എന്ത് വേണമെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞ ആളിപ്പോൾ എന്താ തീരെ മറിച്ച് പറയണത്? എന്താ അങ്ങക്ക് ഭ്രാന്താണോ? സ്വീയം ഭാഷിതം, സ്വന്തം വാക്യത്തെ മിഥ്യാകരോഷി ചെയ്ത്, ഇപ്പോൾ സ്വന്തം വാക്കിനെ വെറും നിഷ്ഫലമാക്കുകയാണ്, അതായത് സത്യമല്ലാതെ ആക്കുകയാണ്. നരകഹ ഭവേത്, നരകത്തിൽ പോവും, നരകം ഭവിക്കുന്ന, നരകം അനുഭവിക്കേണ്ടിയിരുന്ന. ദശരഥ രാജേന്ദ്ര എന്നാണ് പറയുന്നത്, രാജന്മാരുടെ ഇന്ദ്രൻ, അതായത് രാജാധിരാജനെ അങ്ങേക്ക് ഭ്രാന്ത് പിടിച്ചോ? ഈ പ്രതിജ്ഞ എന്നോട് ഇപ്പം കുറച്ച് മുമ്പ് ചെയ്ത പ്രതിജ്ഞയ്ക്കൊക്കെ വിപരീതമായിട്ടാണല്ലോ ഇപ്പം അങ്ങ് സംസാരിക്കണേ. സ്വന്തം വാക്കിനെ വ്യർത്ഥമാക്കിയാൽ അതിനൊരു നരകമുണ്ട്, അത് ഓർമ്മിച്ചോളൂ എന്ന്. രാജേന്ദ്ര കിം ത്വം ഭ്രാന്തോസി ഉക്തം തദ് ഭാഷസേന്യഥാ മിഥ്യാകരോഷി ചേത് സ്വീയം ഭാഷിതം നരകോ ഭവേത്. പിന്നെയോ നരകത്ത് കിടക്കാൻ തയ്യാറായിക്കോളൂ എന്ന് തന്നെ പറയണം. നരകോ ഭവേത്. ഇനി 30 നമ്മൾ വായിച്ചുല്ലോ. വനം ന ഗച്ഛേദ്യതിരാമചന്ദ്ര പ്രഭാതകാലേജിന ചീരയുക്തഃ ഉദ്ബന്ധനം വാ വിഷഭക്ഷണം വാ കൃത്വാ മരിഷ്യേ പുരതസ്തവാഹം. നോക്കൂ, എത്ര ദുഷ്ടമായിട്ടുള്ള നിഷ്ഠുരമായ വാക്കാണ്. രാമചന്ദ്ര അജിനചീരയുക്ത, രാമചന്ദ്രൻ മാൻതോലും പിന്നെന്താ ചീരം വൽക്കലം മരവുരിയും ധരിച്ച് പ്രഭാതകാലെ വനം ന ഗച്ഛേദിയതി, രാവിലെ തന്നെ വനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഉദ്ബന്ധനം വാ, കഴുത്തിൽ കയറ് കെട്ടിയിട്ടോ, വിഷഭക്ഷണം വാ, വിഷം കഴിച്ചിട്ടോ, വാ കൃത്വ, വിഷഭക്ഷണം കഴിച്ചിട്ടോ, തവ പുരത അഹം മരിഷ്യ, അങ്ങയുടെ മുമ്പിൽ കിടന്ന് ഞാൻ മരിക്കുന്ന. എന്താ പറഞ്ഞേ? ശ്രീരാമൻ നാളെ പ്രഭാതത്തിൽ മാൻതോലും മരവുരിയും ധരിച്ച് ഒരു മുനിയുടെ വേഷത്തിലേ രാവിലെ തന്നെ കാട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ടോ വിഷം കുടിച്ചിട്ടോ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ മരണം വരിക്കും. വനം നഗച്ഛേദ്യതി രാമചന്ദ്ര പ്രഭാതകാലേ ജിനചീരയുക്തഃ. അജിനം ചൽ മാൻതോലാണ് കേട്ടോ, ചീരം എന്ന് പറഞ്ഞാൽ വൽക്കലം, അത് രണ്ടും ധരിച്ച് മുനിമാരെ പോലെ പോണമെന്ന്. ഉദ്ബന്ധനം വാ വിഷഭക്ഷണം വാ കൃത്വാ മരിഷ്യേ പുരതസ്തവാഹം. ഞാൻ അങ്ങയുടെ പുരത, അങ്ങയുടെ മുമ്പിൽ വെച്ച് മരിക്കും. സത്യപ്രതിജ്ഞാഃ മിതീഹ ലോകേ വിഡംബസേ സർവസഭാന്തരേഷു രാമോപരി ത്വം ശപഥം ച കൃത്വാ മിഥ്യാപ്രതിജ്ഞോ നരകം പ്രയാഹി. അഹം സത്യപ്രതിജ്ഞഃ ഇതി, ഞാൻ
സത്യപ്രതിജ്ഞയോടു കൂടിയവൻ, അതായത് ഞാൻ സത്യം എപ്പോഴും പാലിക്കുന്നവനാണെന്ന് ഇഹലോകെ, ഈ ലോകത്തിൽ സകല സർവസഭാന്തരേഷു, ഈ ലോകത്തിലെ എല്ലാ സഭയിലും വിഡംബസെ എല്ലാവരും കീർത്തിക്കണു, അല്ലെങ്കിൽ അങ്ങനെ പറയണു, ഞാൻ സത്യത്തിനെ എപ്പോഴും പ്രതിജ്ഞയെ എപ്പോഴും നിറവേറ്റുന്നവനാണെന്ന് എല്ലാ ദിക്കിലും അങ്ങ് പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. രാമോപരി ശപഥം ച കൃത്വ, രാമനെ ആധാരമാക്കി പ്രമാണമാക്കിയിട്ട് ശപഥം ചെയ്ത് കഴിഞ്ഞിട്ട് മിഥ്യാപ്രതിജ്ഞത്വം, അതിനെ മിഥ്യയാക്കണമല്ലോ. അപ്പോൾ അങ്ങ് നരകം പ്രയാഹി, പിന്നെയും പറഞ്ഞു നരകത്ത് തന്നെ പോവുമെന്ന്. എന്താ പറഞ്ഞപ്പോൾ, ഞാൻ ഒരിക്കലും എൻ്റെ പ്രതിജ്ഞയ്ക്ക് ഒരു വിഘ്നം വരുത്തുന്നവനല്ലെന്നും അല്ലെങ്കിൽ പ്രതിജ്ഞ നിറവേറ്റാത്തവനല്ലെന്നും ഈ ലോകത്തിൽ സകല ജനങ്ങളുടെയും ഇടയിൽ എപ്പോഴും അങ്ങ് ഉദ്ഘോഷിക്കാറുണ്ട്. അതാണ് ശ്ലാഘിക്കുക. അതിനെപ്പറ്റി വളരെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ എപ്പോഴും പ്രതിജ്ഞ നിറവേറ്റുന്നവനാണ്, ഒരിക്കലും പ്രതിജ്ഞ നിറവേറ്റാത്തവനായിട്ടില്ല എന്ന് എല്ലാവരുടെയും മുമ്പിൽ എപ്പോഴും അങ്ങ് ഉദ്ഘോഷിക്കാറുണ്ട്. ഇപ്പോൾ രാമനെ പ്രമാണമാക്കിയിട്ട് അങ്ങ് എന്നോട് ശപഥം ചെയ്തു, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ തരാമെന്ന്. എൻ്റെ പ്രാണൻ പോലും തരാം, എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള രാമനെ ഇതാ ഞാൻ പ്രമാണമാക്കിയിട്ട് പറയണു, നിനക്കിഷ്ടമുള്ളത് ചോദിച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ആ പ്രതിജ്ഞയാണ് അങ്ങ് വ്യർത്ഥമാക്കാൻ പുറപ്പെടുന്നത്. അങ്ങക്ക് നരകം തന്നെ വിധിച്ചിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞാഹമിതീഹ ലോകേ വിഡംബസേ സർവസഭാന്തരേഷു രാമോപരിത്വം ശപഥം ച കൃത്വാ മിഥ്യാപ്രതിജ്ഞോ നരകം പ്രയാഹി. ഇത്യുക്തഃ പ്രിയയാ ദീനോ മഗ്നോ ദുഃഖാർണവേ നൃപ മൂർച്ഛിതപതിതോ ഭൂമൗ വിസംജ്ഞോ മൃതകോ യഥാ. എന്താ പറയണ? പ്രിയയാ ഇതി ഉക്തഃ, ഇപ്രകാരം സ്വന്തം പത്നിയാൽ പറയപ്പെട്ട ദീനഹ നൃപ, അതിദീനനായിട്ടുള്ള ഈ രാജാവ് ദുഃഖാർണവേ മഗ്ന, ദുഃഖസമുദ്രത്തിൽ മുങ്ങിയിട്ട് മൂർച്ഛിത, അതായത് ബോധം നഷ്ടപ്പെട്ടവനായിട്ട് മൃതകഃ യഥ, മരിച്ചവനെ പോലെ, വിസംജ്ഞഃ ബോധമില്ലാതെ ഭൂമൗ പതിത, ഭൂമിയിൽ പതിച്ചു. അതായത് കൈകേയിയുടെ ആദ്യത്തെ വാക്കുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഒരു ദയ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതിലും ദയയില്ലാതെയാണ്, അതിലും നിഷ്ഠുരമായിട്ടുള്ള വാക്കുകളാണ് പിന്നെ പറയണത്. അത് കേട്ടപ്പോൾ ഇങ്ങനെ കൈകേയി, തനിക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്ന ആ കൈകേയി പറയുന്നത് കേട്ടിട്ട് അത്ര ദുഃഖിതനായി. അതീവ ദുഃഖിതനും ദുഃഖസാഗരത്തിൽ മുങ്ങുന്നവനുമായ രാജാവ് ബോധം നഷ്ടപ്പെട്ട് മരിച്ചവനെ പോലെ ഭൂമിയിൽ വീണു. ഇത്യുക്തഃ പ്രിയയാ ദീനോ മഗ്നോ ദുഃഖാർണവേ നൃപഃ മൂർച്ഛിതപതിതോ ഭൂമൗ വിസംജ്ഞോ മൃതകോ യഥാ. ഏവം രാത്രിർഗതാ തസ്യ ദുഃഖാൽ സംവത്സരോപമാ അരുണോദയകാലേ തു വന്ദിനോ ഗായകാ ജഗുഹു. വേറെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ മൂന്നാളൊക്കെ ഇപ്പോഴും അറിയുള്ളൂ, മന്ധരയ്ക്കും കൈകേയിക്കും, ആർക്ക് പിന്നെ എന്താ പറയുക ദശരഥനും. വേറെ ആർക്കും അറിയില്ല. ഇപ്പോൾ എല്ലാവരും നാളെ ശ്രീരാമൻ്റെ പിന്നെ യുവരാജാവായിട്ട് ശ്രീരാമനെ അഭിഷേകിക്കാമെന്ന് വിചാരിച്ച് അതിനെല്ലാവരും വട്ടം കൂട്ടുകയാണ്. ഏവം ഇപ്രകാരം ദുഃഖം കാരണം തസ്യ രാത്രി, ആ രാത്രി ദശരഥ മഹാരാജാവിൻ്റെ രാത്രി സംവത്സരോപമ ഒരു കൊല്ലം പോലെ തോന്നി. ഗത കഴിഞ്ഞു. അത്ര ദുഃഖമാകുമ്പോൾ നമുക്കങ്ങനെയല്ലേ, വിഷമാകുമ്പോൾ സമയം നീങ്ങില്ല, സുഖമാകുമ്പോൾ സമയം പോണത് അറിയൂല്ല. അപ്പം അന്ന് രാത്രി ഒരു രാത്രി ഒരു കൊല്ലം പോലെ ആയും കൊണ്ട് അന്ന് രാത്രി കഴിഞ്ഞു. അരുണോദയ കാലേത്തു, വെളിച്ചായപ്പോൾ, അതായത് പ്രഭാതത്തിലാവട്ടെ,
വന്ദിനഃ ഗായകാः, അതായത് വന്ദികൾ മീൻസ് ഇങ്ങനെ ഈ സ്തുതിപാഠകന്മാരെ ജഗുഹു പാടി. സാധാരണ രാജാവിനെ പാട്ട് പാടി ഉണർത്തൊക്കെയാണ് ചെയ്യുക അന്നൊക്കെ. സ്തുതിപാഠകന്മാർ അന്തഃപുരത്തിൻ്റെ അവിടെ വന്ന് പാട്ട് പാടി ഉണർത്തും. അതിന് വേണ്ടിയിട്ടേ ഇങ്ങനെ രാജാവിൻ്റെ ആ രാത്രി ഒരു കാളരാത്രിയായിട്ട് ഒരു കൊല്ലം കഴിയണ അത്ര സമയം തോന്നി. അങ്ങനെ ആ കാളരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രഭാതമായപ്പോൾ സാധാരണ പോലെ സ്തുതിപാഠകന്മാർ ഈ സൂത മാഗധാധി ആൾക്കാരൊക്കെ വന്ന് അവർ സാധാരണ അവർക്ക് പൈസ അവർ ശമ്പളക്കാരാണ് ഈ സ്തുതി പാടാൻ. അതുപോലെ പാട്ടും വാദ്യമൊക്കെ ആയി ദശരഥനെ ഉണർത്താനായിട്ട് അവർ സ്തുതിപാഠകന്മാർ സ്തുതി പാടാൻ തുടങ്ങി. ഏവം രാത്രിർഗതാ തസ്യ ദുഃഖാൽ സംവത്സരോപരാ അരുണോദയകാലേതു വന്ദിനോ ഗായകാ ജഗുഹു. ഈ 35, 36, 37 നിവാരയിത്വാ താൻ സർവാൻ കൈകേയീ രോഷമാസ്ഥിത തത പ്രഭാതസമയേ മധ്യ കക്ഷമുപസ്ഥിതാഃ ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യ ഋഷയഃ കന്യകാസ്തഥാ ഛത്രം ചാമരം ദിവ്യം ഗജോ വാജീ തഥൈവ ച അന്യാശ്ച വാരമുഖ്യാ യാഃ പൗരജാനപദാസ്തഥാ വസിഷ്ഠേന യഥാജ്ഞപ്തം തത്സർവം തത്ര സംസ്ഥിതം. കഷ്ടം, ആർക്കും അറിയില്ലല്ലോ. താൻ സർവാൻ നിവാരയിത്വ, അവരെ സർവരെയും നിർത്താൻ പറഞ്ഞു. അവരുടെ സ്തുതി പാഠകം അതായത് അവർ സ്തുതി ചെയ്യണതൊക്കെ നിർത്താൻ പറഞ്ഞു. ആര്? കൈകേയി രോഷമാസ്ഥിത. കൈകേയി ഭയങ്കര ദോഷം, അധികം ദോഷം രോഷം ദേഷ്യം കാണിച്ചു. സ്തുതിപാഠകന്മാരോടൊക്കെ അത് അവരുടെ പാട്ട് നിർത്താൻ പറഞ്ഞ് അതികഠിനമായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിച്ച് തതഃ പ്രഭാതസമയെ അനന്തരം നല്ലോണം നേരം പുലർന്നപ്പോളായി ബ്രാഹ്മണാः ക്ഷത്രിയാः വൈശ്യാः ഋഷയാः, ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഋഷിമാരും തഥാ കന്യകാः, അതേപോലെ കന്യകമാരും ഛത്രം ദിവ്യം ചാമരം ച, അതായത് കൊടയും ചാമരവും ഗജഹ തഥാ ഏവ വാജി, ആനയും ഒക്കെ ആയിട്ട് ആനയും കുതിരയും അന്യാഹ യാ വാരമുഖ്യ, ബാക്കിയുള്ള അവരുടെ എന്താ പറയുക ഈ എന്താണ് ദശരഥൻ്റെ എല്ലാ പരിവാരങ്ങളും തഥാ പൗരജാനപദാഹ, പൗരന്മാരും ആ ദേശക്കാരും മധ്യകക്ഷം ഉപസ്ഥിതാഹ, ഈ അവിടുത്തെ ഒരു നടുമിറ്റം പോലെ ഉണ്ട്, അവിടെ വന്നു ചേർന്നു എല്ലാവരും. അതായത് രാജാവിൻ്റെ അന്തഃപുരത്ത് നിന്ന് ഇറങ്ങിയാൽ ഒരു വലിയ മിറ്റം പോലെ, എന്താ പറയുക, 4 പുറവും എന്തായിട്ട് നടുമിറ്റം എന്ന് നമുക്ക് പറയാം, നടുമിറ്റം പോലെ ഉണ്ട്. വസിഷ്ഠേന യഥ ആജ്ഞപ്തം, വസിഷ്ഠൻ്റെ ആജ്ഞപ്രകാരം എന്താണ് വസിഷ്ഠൻ അവരൊക്കെ ഏൽപ്പിച്ചിരുന്നത് അതുപോലെ തത് സർവം തത്ര സംസ്ഥിതം, അതെല്ലാം അവിടെ തയ്യാറാക്കിയിരുന്നു. കാരണം രാജാവായിട്ട് അഭിഷേകം ചെയ്യല്ലെന്നാണ് എല്ലാവരുടെയും വിചാരേ. അപ്പോൾ കൈകേയി ഈ സ്തുതിപാഠകന്മാരോട് അവരുടെ പാട്ടൊക്കെ നിർത്താൻ വേണ്ടി ദേഷ്യപ്പെട്ട് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിച്ച് രാവിലെ ആയിട്ടും രാമനെ രാവിലെയായിട്ടും രാമനെ വിളിച്ചു വരുത്തി കാട്ടിലേക്ക് പോവൂന്ന് പറയാനൊന്നും ദശരഥൻ ഉത്സാഹം കാണിക്കണില്ല. അതുകൊണ്ടാണ് കൈകേയിക്ക് ദേഷ്യം വന്നത്. അവരോടൊക്കെ സ്തുതിപാഠകന്മാരോടൊക്കെ പാട്ട് നിർത്താൻ പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ദശരഥൻ രാവിലെ തന്നെ പോകണമെന്നല്ലേ പറഞ്ഞേ, മാൻതോലും മരവൂരി എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നൊക്കെ അല്ലേ പറഞ്ഞേ. പക്ഷേ രാവിലെ ആയിട്ടും ദശരഥൻ ശ്രീരാമനെ വിളിച്ച് വരാൻ പറയേ ഈ കാര്യം പറയേ ചെയ്യാനൊന്നും പുറപ്പെടുന്നത് കണ്ടില്ല. അപ്പോൾ ഭയങ്കര ദേഷ്യം ആയി ആർക്ക്? കൈകേയിക്ക്. എന്നിട്ട് എന്താണ് കുറച്ചും കൂടിയും പുലർന്നപ്പോൾ അപ്പോഴേക്കും കുറച്ചും കൂടി വെളിച്ചായി, പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ബ്രാഹ്മണർ ആരോടും പറഞ്ഞിട്ടില്ല, ദശരഥൻ ശ്രീരാമനെ വിളിച്ച് വരുത്തി പറഞ്ഞൊന്നുമില്ല ഇതുവരെ. അപ്പോൾ നല്ലോണം വെളിച്ചായപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും ഒക്കെ ഋഷിമാരും കന്യകമാരും ഒക്കെ ഈ ആനയും വെഞ്ചാമരവും
കുതിരയും ബാക്കി എല്ലാ പരിവാരങ്ങളുമായിട്ട് പട്ടണത്തിലും ദേശങ്ങളിലുള്ള എല്ലാവരും അവരുടെ മുമ്പിലുള്ള വലിയ ഒരു മിറ്റുണ്ട്, അവിടെ തടിച്ചു കൂടി. വസിഷ്ഠൻ കൽപ്പിച്ചിട്ടുള്ള പോലെ അതൊക്കെ അവരവിടെ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് നിൽക്കാൻ പറഞ്ഞിരിക്കണം വെച്ചാൽ അതുപോലെയൊക്കെ ഭംഗിയായിട്ട് എല്ലാം ശരിയാക്കി അവരൊക്കെ എല്ലാവരും റെഡിയായി. ദശരഥൻ ഇവിടെ കരഞ്ഞു കിടക്കുക. നിവാരയിത്വാ താൻ സർവാൻ കൈകേയീ രോഷമാസ്ഥിത തഥാ പ്രഭാതസമയേ മധ്യകക്ഷമുപസ്ഥിത ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാ ഋഷയകന്യകാസ്തഥാ ഛത്രം ചാമരം ദിവ്യം ഗജോ വാജീ തഥൈവ ച അന്യാശ്ച വാരമുഖ്യാ യാ പൗര ജാനപദാസ്തഥാ വസിഷ്ഠേന യഥാജ്ഞപ്തം തത്സർവം തത്ര സംസ്ഥിതം. വസിഷ്ഠൻ എങ്ങനെയാണ് അവരോട് പറഞ്ഞത് അതുപോലെ രാവിലെ എല്ലാവരും ആ വലിയ മുറ്റത്ത് തടിച്ചു കൂടി എല്ലാ അറേഞ്ച്മെൻറ്റ്സും വസിഷ്ഠൻ പറഞ്ഞ പോലെ ചെയ്തു. ഇനി നമുക്ക് 38, 39, 40, 41 കൂടി ഇങ്ങനെ വായിച്ച് നമുക്കിവിടെ നിർത്താം. സ്ത്രിയോ ബാലാശ്ച വൃദ്ധാശ്ച രാത്രൗ നിദ്രാം നലേഭിരേ കഥാ ദ്രക്ഷ്യാമഹേ രാമം പീതകൗശേയവാസസം സർവാഭരണസമ്പന്നം കിരീടകടകോജ്വലം കൗസ്തുഭാഭരണം ശ്യാമം കന്ദർപ്പശതസുന്ദരം അഭിഷിക്തം സമായാന്തം ഗജാരൂഢം സ്മിതാനനം ശ്വേതഛത്രധരം തത്ര ലക്ഷ്മണം ലക്ഷണാന്വിതം രാമം കഥാ വാ ദ്രക്ഷ്യാമ പ്രഭാതം വാ കഥാ ഭവേദ് ഇത്യുത്സുകധിയഃ സർവേ ബഭൂവു പുരവാസിന. സ്ത്രീയ ബാല വൃദ്ധാഃ ച സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരും രാത്രൗ നിദ്രാം ന ലേഭിരെ അവർക്കൊക്കെ എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര സന്തോഷമായിട്ട്. അധികം സന്തോഷമാകുമ്പോൾ ഉറങ്ങാൻ വിഷമല്ലേ, അങ്ങനെ അവരൊന്നും രാത്രി ഉറങ്ങിയില്ല നല്ലോണം. പീതകൗശേയ വാസസം നല്ല മഞ്ഞപ്പട്ടും സർവാഭരണ സമ്പന്നം സർവാഭരണ വിഭൂഷിതനായിട്ടും കിരീട കടകോജ്വലം കിരീടങ്ങളും കടകങ്ങളും അതായത് മിന്നണ കടകങ്ങളും കൗസ്തുഭാഭരണം കൗസ്തുഭവും എന്നുള്ള ഇതും രത്നവും കെട്ടി കന്ദർപ്പശത സുന്ദരം അതായത് 100 മന്മഥൻ കന്ദർപ്പശതം എന്ന് പറഞ്ഞെന്താ 100 കാമദേവന്മാരെ പോലെ സുന്ദരനുമായ ശ്യാമം രാമം ആ നല്ല ശ്യാമളവർണ്ണനായിട്ടുള്ള രാമനെ അഭിഷേകം ചെയ്യപ്പെട്ടവനും ഗജാരൂഢം സമായാന്തം ആനപ്പുറത്തിരുന്ന് വരുന്നവനും ശ്വേത ഛത്രധരം അതായത് നല്ല വെള്ള വെൺകൊറ്റക്കൊട ധരിച്ചവനായിട്ടും തത്ര ലക്ഷണാന്വിതം ലക്ഷ്മണം അവിടെ ലക്ഷ്മണനോടുകൂടി ലക്ഷ്മണയും കഥാ ദ്രക്ഷ്യാമഹേ ഞങ്ങളൊക്കെ എപ്പോഴാണ് കാണാൻ സാധിക്കുക ഇങ്ങനെ ലക്ഷ്മണ സമേതനായിട്ട് നല്ല സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ആ 100 മന്മഥന്മാരെ പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയ രാമനെ ഞങ്ങളെ എപ്പോഴാണ് കാണുക എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രജകളും അവിടെ നിരങ്ങി നിൽക്കുകയാണ്. രാമം കഥാവാ ദ്രക്ഷ്യാമ രാമനെ എപ്പം നമുക്ക് കാണാൻ പറ്റുക. പ്രഭാതം കഥാവാ ഭവേത് എന്താ വെളിച്ചാവാത്ത സർവേ പുരവാസിന എല്ലാ അയോധ്യാവാസികളും ഇത് ഉത്സുകതിയ ബഭുവു ഇങ്ങനെ ഉത്സാഹഭരിതരായിട്ട് ഭവിച്ചു എന്ന്. അയോധ്യ പട്ടണത്തിലെ ആ അയോധ്യയിലത്തെ മുഴുവൻ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും രാത്രി ഉറങ്ങിയിട്ടേയില്ല. മഞ്ഞപ്പട്ടും സർവാഭരണഭൂഷിതനും കിരീടവും കടകവും കൗസ്തുഭവും അണിഞ്ഞവനും ശ്യാമള നിറത്തോടു കൂടിയവനും 100 കാമദേവന്മാരുടെ ഭംഗിയെപ്പോലും തോൽപ്പിക്കുന്നവനുമായിട്ടുള്ള അത്ര സൗന്ദര്യത്തോടു കൂടി ഇരിക്കുന്ന രാമൻ അഭിഷേകമൊക്കെ കഴിഞ്ഞ് വെൺകൊറ്റക്കൊടയൊക്കെ പിടിച്ച് ആനപ്പുറത്ത് എഴുന്നതിനെയും ലക്ഷ്മണനോട് കൂടി ആനപ്പുറത്ത് എഴുന്നള്ളതിനെ കാണാൻ വൈകിട്ട് അവർ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ഞങ്ങൾ കാണുക അങ്ങനെയുള്ള അതികമനീയമായിട്ടുള്ള ശ്രീരാമനെ എന്ന് വിചാരിച്ച് അവർ അത് എപ്പം ഞങ്ങൾ കാണും, ഞങ്ങൾക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക. ഈ രാത്രി എന്തായാലും കഴിയണില്ലല്ലോ, രാത്രി
നേരം വെളിച്ചാവണില്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ എന്താ എപ്പോഴാണ് നേരം പുലരുക, ഇങ്ങനെയുള്ള വിചാരമുള്ളവരായിരുന്നു അവിടുത്തെ എല്ലാ പൗരന്മാരും എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ ശരിക്കും ഔത്സുക്യത്തോടെ ഈ രാമാഭിഷേകം കാണാൻ വേണ്ടി അവർ അത്ര സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. 38, 39, 40, 41 വായിച്ച് ഞാൻ നിർത്താം. സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച രാത്രൗ നിദ്രാം നലേഭിരേ കഥാ ദ്രക്ഷ്യാമഹേ രാമം പീതകൗശേയവാസസം സർവാഭരണസമ്പന്നം കിരീടകടകോജ്വലം കൗസ്തുഭാഭരണം ശ്യാമം കന്ദർപ്പശതസുന്ദരം അഭിഷിക്തം സമായാന്തം ഗജാരൂഢം സ്മിതാനനം ശ്വേതഛത്രധരം തത്ര ലക്ഷ്മണം ലക്ഷണാന്വിതം രാമം കഥാ വാ ദ്രക്ഷ്യാമ പ്രഭാതം വാ കഥാ ഭവേദ് ഇത്യുത്സുകധിയഃ സർവേ ബഭൂപുരവാസിനഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.